പള്ളിയിൽ പോകുന്നവരെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരെ മോശമായി കരുതുകയും ചെയ്യാതിരിക്കുക. നമ്മൾ അവരെ കുറിച്ച് ഒന്നും പറയാതിരിക്കുക. നമ്മൾ കാരണം നമ്മളൊരു വാക്കുകൊണ്ട് അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ യേശു കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ദുഷ്പ്രേരണ നൽകിയിട്ടുണ്ടെങ്കിൽ കഴുത്തിൽ തിരുക്കല്ല് കെട്ടി കടലിലേക്ക് എറിയപ്പെടുക എന്നുള്ളതാണ്. കഴുത്തിൽ തിരുക്കല്ല് കെട്ടി, പിന്നെ അവൻ ഉയർന്നു വരരുതെന്നാണ് പറയുന്നത്. അത്രയും വലിയ ശിക്ഷയാണ്. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെയും തടസ്സപ്പെടുത്തരുത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. നമ്മൾ ചിന്തിക്കുക, നമ്മൾ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് ചിന്തിക്കാതിരിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, എപ്പോഴെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാകും. അത് ഏത് സമയത്താണ് നമുക്കറിയില്ല. നമ്മളതുകൊണ്ട് ആരെയും വിധിക്കാതിരിക്കുക. ഞാൻ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, ഞാൻ മാത്രമേ പ്രാർത്ഥനക്കാരിയുള്ളൂ, ഞാൻ മാത്രമേ നല്ലതുള്ളൂ, അങ്ങനെ ചിന്ത കളയുക. ദൈവമല്ല എല്ലാവരെയും വിധിക്കുന്നത് കാണുന്നത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയും തടസ്സപ്പെടുത്താതിരിക്കുക. അങ്ങനെ ഒരാളെ പോലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ കാരണം അവരും വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കുക.